Small steps and big impact, highlighting the importance of persistence and patience in special education. പാരൻസ് ഇപ്പോഴും അവരുടെ കുട്ടികളെ സക്സസ്ഫുൾ ആയിട്ട് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് റൈറ്റിങ്ങിലോ റീഡിങ്ങിലോ പ്രോബ്ലം സോൾവിങ്ങിലോ എന്തെങ്കിലും ചെറിയ രീതിയിലെ പ്രോബ്ലംസ് കണ്ടാൽ പോലും അവർ വളരെയധികം വറീഡ് ആവാറുണ്ട്. നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് അവർ റൈറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പോലെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാത്തത്, ഫാസ്റ്റായിട്ട് പഠിക്കാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ മറ്റു കുട്ടികളെ പോലെ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മുടെ കുട്ടികളിലാണെങ്കിൽ ഒരു വൺ ടൈം ഇവന്റ് അല്ല, ഒരു സാധാ കുട്ടീനെ പോലെ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് കേട്ട് അത് ഒന്നോ രണ്ടോ തവണ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അവരുടെ ലേണിംഗ് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അത് ചിലപ്പോൾ സമയം ധാരാളമായിട്ട് എടുക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്കില്ല് പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ പാരന്റ്സ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെയിറ്റ് ചെയ്യണം. അവർക്ക് കൂടുതലായിട്ടുള്ള റിപ്പീറ്റഡ് പ്രാക്ടീസസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ലേണിങ്ങിന് പറ്റിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് പാരന്റ്സ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ലേണിങ്ങിന് അവർ ശരിക്കും പുഷ് ചെയ്ത കുട്ടികളെ നന്നായിട്ട് ലേൺ ചെയ്യും എന്നാണ് പലപ്പോഴും പാരന്റ്സ് വിചാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. കുട്ടികളെ പുഷ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് ചിലപ്പോൾ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. ലേ വൈഗോട്സ്കി എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടികൾക്ക് 3 സ്റ്റേജസ് ഓഫ് ലേണിംഗ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് കുട്ടിയുടെ കറന്റ് ലെവൽ ഓഫ് പെർഫോമൻസ്, അതായത് കുട്ടിക്ക് ആരുടെയും സഹായമില്ലാതെ പഠിച്ച് എത്താൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ആൻഡ് അത് കഴിഞ്ഞൊരു ഏരിയ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത്രയും ഏരിയാസ് എന്ന് പറയുന്നത് നമ്മളുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതായത് കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളുടെ സ്കഫോൾഡിങ്ങോട് കൂടെ കുട്ടിക്ക് അവിടെ വരെ എത്താൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞും ഒരു ഏരിയ ഉണ്ട്, അത് കുട്ടിക്ക് ചിലപ്പോൾ നോട്ട് റീച്ചബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. കുട്ടിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവില്ല. ഗ്രാജുവലി ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ് നമ്മളെ ഹെൽപ്പോട് കൂടെ കവർ ചെയ്ത് കഴിയും. ചിലപ്പോൾ കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്രയും സ്ഥലത്തേക്ക് കുട്ടീനെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഗ്രാജുവലി നമ്മൾ കുട്ടികൾക്ക് സ്കഫോൾഡിങ് ചെയ്യുന്നതിന് പകരം കുട്ടികളെ പുഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ലേണിംഗ് ചിലപ്പോൾ നമ്മുടെ ഹെൽപ്പോട് കൂടി ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അവർക്ക് അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല. ഇൻഡിപെൻഡന്റ് ലേണിംഗ് നടക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലേക്ക് ചിലപ്പോൾ എത്താൻ സാധിക്കണമെന്നില്ല.